ചെറയിൽ അഗ്രോ ഗാർഡൻ 2022 മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ നെടിയിരുപ്പ് വില്ലേജിൽ ചെറയിൽ ചുങ്കത്ത് നിന്ന് ചെറേക്കാടേക്കുള്ള റോഡിൻ്റെ സൈഡിലാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിഞ്ഞും കേട്ടും പലരും ഇവിടെ വന്ന കൂട്ടത്തിലൊരു സ്ത്രീ അവരുടെ പരലോഗുണം കാംക്ഷിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്നതിന് വേണ്ടി ഒരു സദക്ക എന്ന രൂപത്തിൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഒരു മാസം മുമ്പ് അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് നഴ്സറിയിൽ വരുന്ന ആളുകൾക്ക് തൈ വാങ്ങുന്നവർക്ക് ഒരു തൈ അവരെ വകയായി കൊടുക്കണം എന്ന് പറഞ്ഞു. തൈ വാങ്ങുന്ന ആളുകൾക്ക് വാങ്ങിയ ശേഷം കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ വാങ്ങിയ തൈയിന് പുറമെ ഈ തൈ കൂടി അവർ നടും. അങ്ങനെ നടുന്ന തൈകളിൽ നിന്ന് ഭാവിയിൽ കൈഫലങ്ങൾ ഉണ്ടാകും. ആ കൈഫലങ്ങൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളൊക്കെ ഉപയോഗിച്ച് പ്രയോജനം കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ഖബറിൽ അതിൻ്റെ പ്രതിഫലം നാളെ കിട്ടുമെന്ന് വിശ്വാസത്തിന്റെ അവർ ഈ സംഖ്യ ഏൽപ്പിച്ചു. ആദ്യം ഏൽപ്പിച്ച സംഖ്യ തീർന്നു. ഇത് ആദ്യമായി വീണ്ടും ഒരു ക്യാഷ് തന്നിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. ഇന്ന് ആദ്യമായി വന്ന ഞങ്ങളുടെ കസ്റ്റമർ പത്രക്കടവൻ അയമുഹാജിയാണ്. സഹാറ ജ്വല്ലറിയുടെ ഉടമയാണ്. മലപ്പുറം പാണക്കാട് ഭാഗത്താണ് താമസിക്കുന്നത്. കൃഷിരംഗത്ത് വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഈ തൈ തന്നിട്ടുള്ള ഈ സ്ത്രീക്ക് അവരുടെ പേര് പറയാൻ വേണ്ടി അവർക്ക് അള്ളാഹു എത്തിലും പരത്തിലും മതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ തൈ അയമുഹാജി കൊടുക്കുകയാണ്. ഞാനിന്നിവിടെ എത്തിയത് യാദൃശ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു പേര് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീ സദക്കായിക്കൊണ്ട് ഫലവൃക്ഷങ്ങളും വളർത്തുന്ന ആർക്കെങ്കിലും എൻ്റെ കയ്യാൽ കൊടുക്കുന്നത് അവരെ ജീവിത പരലോകത്ത് ഗുണത്തിന് കൂടി ഒരു ഭാവിയിൽ ഗുണമായിരിക്കട്ടെ. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരെല്ലാം തിന്ന് വളരുന്ന ഈ ഫലവൃക്ഷങ്ങൾ ഭാവിയിൽ എൻ്റെ ഭാവി ഗുണത്തിനും കൂടി ആവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അവരെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ എനിക്കും ഒരു തൈ കിട്ടാൻ ഭാഗ്യമുണ്ടായി. പൂർവീകരായ സ്ഥലം തന്നെ കയ്യിലുണ്ടായതുകൊണ്ട് ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് ആത്തിപ്പിൻ്റെ ഇവിടുത്തെ കൃഷി ഓഫീസറെ മുഖാന്തരം ഞാൻ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ ഈ ചെറിയ ഗാർഡിൽ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. മാവും ഒക്കെ പൂത്ത് നിൽക്കണത് കാണുമ്പോഴും കായ്ച്ചിക്കണ കണ്ടുമ്പോൾ വളരെ സന്തോഷമായി. ഞാൻ കുറച്ച് ഒരു 200 കവുന്തേജും ഒരു 50 തെങ്ങും വാങ്ങി വെച്ചിട്ടുണ്ട്. പുതിയ പ്ലാന്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇവരുടെ നേതൃത്വത്തിൽ ഒരു തോട്ടമായിട്ട് ഒരു 3-4 വർഷം കൊണ്ടെങ്കിലും എനിക്കതിന് പ്രതിഫലം കിട്ടുന്ന രൂപത്തിലാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എൻ്റെ മനസ്സ് കിടക്കുന്നത്. കാരണം പ്രായമായതുകൊണ്ട് നമ്മളെ കാലത്ത് തന്നെ അതിൻ്റെ ഒരു ഉൽപ്പാദനം കണ്ടുകൊണ്ട് ഒന്ന് മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുന്നത്.